അപ്പോൾ വിധവകൾക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രത്യേക പെൻഷൻ ഒക്കെ ഇന്നത്തെ പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ചേട്ടാ, വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ കാലം മുമ്പ് കേട്ടതാണ് എയിംസ്, അതിവേഗ റെയിൽ. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്കും വിധവകൾക്കും ബിജെപിയുടെ ആണോ? അതെ, അത് എനിക്ക് ഓർമ്മ വരുന്നത് അൺപാർലമെന്ററി അല്ല, അസംബ്ലിയിൽ പോലും പഴയ ഒരു MLA ചാത്തുണ്ണി മാസ്റ്റർ പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചാത്തുണ്ണി മാസ്റ്ററുടെ ഒരു പ്രസംഗം, മച്ചി പശുവിനെ കറന്ന പാല് കിട്ടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്, അസംബ്ലി ചോദിച്ചതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഇവരുടെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാകത്തില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. പ്രഖ്യാപിച്ച അവർക്കും ബോധ്യമുള്ള കാര്യമാണ്. എന്നാലും സർക്കാർ മാറണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതെ, പ്രതിപക്ഷം നുണകളുടെ ഒരു ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ പറഞ്ഞില്ലേ മുണ്ടക്കയിൽ പണി തുടങ്ങിയത്. അവിടെ പോയി നിങ്ങൾ ചാനലുകാർ അന്വേഷിച്ചപ്പോൾ ഒരു പണി തുടങ്ങിയിട്ടില്ലല്ലോ അവിടെ. അപ്പൊ കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞ് ഈ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാം എന്നുള്ള വ്യാമോഹം മാത്രമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 CPM നേതാക്കൾ അകത്ത് കിടന്നു. അതെ, CPM നേതാക്കൾ അതെല്ലാം കോടതിയുടെ പരിഗണനയിരിക്കുന്ന കാര്യമാണല്ലോ. ഇപ്പോഴും തീർപ്പ് കൽപ്പിച്ചിട്ടില്ലല്ലോ. കുറ്റപത്രം പോലും കൊടുക്കാതെ 90 ദിവസം പൂർത്തിയായപ്പോൾ, 90 അതോ 90 ദിവസം പൂർത്തിയാക്കിയപ്പോൾ അവരെ ഇറക്കി വിട്ടതല്ലേ. പാർട്ടി എടുക്കുന്ന നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. പാർട്ടി സ്വർണ്ണക്കൊള്ളനും തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കൂല, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ. പോറ്റിയെ കയറ്റി പാട്ടൊന്നും ക്ലച്ച് പിടിക്കത്തില്ല. രാഹുൽ ഗാന്ധി ഇന്നലെ വന്ന് പാടി. അത് രാഹുൽ ഗാന്ധി മലയാളത്തിൽ സ്വന്തം കട്ടത് ആരപ്പാന്ന് പാടിയപ്പം അവന്റെ അമ്മയോട് ചോദിക്കാനാണ് ആളുകൾ വിളിച്ചു പറഞ്ഞത്. സ്വർണ്ണം കൊണ്ട് കൊടുത്തു. ഞങ്ങളുടെ ഒന്നും വീട്ടിൽ സ്വർണ്ണം കൊണ്ട് തന്നിട്ടില്ല. അവിടെ ഡൽഹി കൊണ്ട് കൊടുത്തു. അടൂർ പ്രകാശ് വിളിച്ചുകൊണ്ട് പോയി കൊടുപ്പിച്ചു. അത് നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതൊരു ആരോപണമാണ്, നമുക്കത് തെളിവൊന്നുമില്ല. കയ്യിൽ കെട്ടിയത് സ്വർണ്ണമാണെന്നുള്ളത് തെളിവില്ല കേട്ടോ. പഞ്ചായത്ത് ഇലക്ഷൻ ഈ പാട്ടും പാടി കുറച്ച് പണിയായിരുന്നു. പാട്ടും പാടി അവര് ജയിച്ചു. പാട്ടും പാടി ജയിച്ചു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ജനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇക്കുറി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണോ ചേട്ടാ അഭിപ്രായം? മാറി. തദ്ദേശത്തിലെ ഒരു വികാരം ഇല്ല ഇപ്പോ. സർക്കാർ തുടരണമെന്നാണോ? ആണോ? എന്തുകൊണ്ട് സർക്കാർ തുടരണം? കാരണം കേരളത്തിൽ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഈ 10 വർഷം ഇരുന്ന് LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും ഭരണം തുടർച്ച വേണം. ഈ പഞ്ചായത്ത് കൊടുത്ത ഈ പഞ്ചായത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, ഈ വീടുകൾ 354 ലൈഫ് വീടുകൾ. പക്ഷെ നിങ്ങളുടെ നേതാവ് G. സുധാകരൻ ഇന്ന് ഈ പാർട്ടിയിലില്ല. G. സുധാകരൻ നിങ്ങളുടെ പാർട്ടിയിലില്ല. അത് കോൺഗ്രസിലോട്ട് പോയല്ലോ സാർ. അതാ പറഞ്ഞ. അപ്പം ആ G. സുധാകരന് പോലും ഈ പാർട്ടിയുടെ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രവർത്തനത്തിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല, സർക്കാരിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിപ്പോ സർക്കാരിനെ അംഗീകരിക്കാൻ പറ്റുന്നു. സാറ് ഈ അതായത് ഇടതുപക്ഷത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സാർ ഇന്ന് 10 വർഷം 3 വർഷം 3 തവണ 2 തവണ മന്ത്രിയായി 2 തവണ മന്ത്രിയായി 4 പ്രാവശ്യം MLA ആയി സാർ. ഈ സാറ് അത്രയും ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് സാറിന് പാർട്ടി എല്ലാ അധികാരങ്ങളും കൊടുത്തു. അതിനുശേഷമാണ് സാർ ഇപ്പൊ ഇങ്ങനെ മാറി. സുധാകരൻ സാറ് പാർട്ടി മാറിയതൊരു തിരിച്ചടിയായോ അമ്പലപ്പുഴയിൽ? ഇല്ല. തിരിച്ചടി ആയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പോയതോടുകൂടി നിഷ്പക്ഷമായി നിന്ന പല ആളുകളും പ്രവർത്തന രംഗത്ത് സജീവമല്ലാതെ നിന്ന ആളുകളും എല്ലാം സജീവമായിട്ടുണ്ട്. കാരണം ചേട്ടൻ ഈ സുധാകരൻ സാറിനെ വർഗവഞ്ചകൻ എന്ന് വിളിച്ച കൂട്ടത്തിലുണ്ടോ? ഉണ്ട്. സംശയം എന്തുവാ? വർഗവഞ്ചകനല്ലേ? അദ്ദേഹത്തിന്റെ സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ പോലും തള്ളി പറഞ്ഞ് ഇപ്പൊ പറയുന്നത് എന്താ? കേസുകാരല്ല കൊന്നത്, അവിടെ നായന്മാർ, താമരക്കുളത്തെ നായന്മാരുടെ കുടുംബത്തിൽപ്പെട്ട അവിടെ നായർ പിള്ളേർ വന്ന് കൊന്നെന്നാ പറയുന്നത്. നമ്മളൊക്കെ അത് ആദ്യം കേൾക്കുവാണ്. മനസ്സിലായില്ലേ? 7 പ്രാവശ്യം മത്സരിപ്പിച്ചു അദ്ദേഹത്തിനെ, 4 പ്രാവശ്യം ജയിച്ചു. നിങ്ങളൊക്കെ സുധാകരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചോല്ലേ? ഞാൻ ഈ 42 ഞാൻ കുട്ടനാട്ടുകാരനാ. 41 കൊല്ലങ്ങൾക്ക് മുമ്പ് കുട്ടനാട്ടിൽ നിന്ന് അയാൾ ആദ്യമായിട്ട് മത്സരിക്കുമ്പോ ഞാൻ പ്രവർത്തിച്ച ഒരാളാണ്. അന്ന് മുതൽ ഇപ്പൊ അമ്പലപ്പുഴ വന്നിട്ട് പറഞ്ഞില്ലേ സുധാകരൻ സാറിന്റെ അടുത്ത്, സാറേ ഈ തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞില്ലേ അങ്ങ്? സുധാകരൻ സാറിന്റെ അടുത്ത് എപ്പോഴെങ്കിലും പേഴ്സണൽ ആയിട്ട്? അല്ലല്ല, അദ്ദേഹം ഞങ്ങളെ കാണുമ്പോൾ മുഖം തിരിക്കും. ഈ പ്രദേശത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകരുമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് ബ്രാഞ്ചിലേക്ക് മാറ്റി കൊടുത്തപ്പോൾ ഇത് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അന്ന് ഞാൻ. അദ്ദേഹം മാറി വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ ബ്രാഞ്ചിൽ ഞങ്ങളോട് നിൽക്കട്ടെ, അദ്ദേഹം എന്ത് ചെയ്ത് ആ ദന്തഗോപുരവാസിയെ പോലെ DC ബ്രാഞ്ച് മതി എന്ന് ആവശ്യപ്പെട്ടു. DC ഓഫീസിൽ പോയി അവിടെ ഇരിക്കാം, അവിടെ മുറി കൊടുത്തിട്ടുണ്ട്, അവിടെ ഇരിക്കാം, സുഖമായിട്ടിരിക്കാം, അവിടെ ചായ കിട്ടും, കാപ്പി കിട്ടും, ഇരിക്കുന്നു. ഞങ്ങളെ പോലെ ആളുകളെ ബോസ് ഒട്ടിക്കാനും പിന്നെ പിരിവിന് പോകാനും പുള്ളിക്ക് വരാൻ പറ്റുമോ? ഞങ്ങളൊക്കെ കമ്മിറ്റി വിളിക്കുമ്പോൾ ഏതെങ്കിലും മുതിർന്ന നേതാവല്ലേ, നമ്മളൊരു പരിഗണന കൊടുക്കണ്ടേ?
ആ പരിഗണന കൊടുത്തു, അതല്ല അംഗീകരിച്ചത്. ഒരു ടിക്കറ്റും കൂടെ കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അങ്ങനെ കൊടുക്കാൻ ഒക്കുവോ? അതാണ്. അപ്പൊ അതാണ് പാർട്ടിയുടെ. ഡോക്ടറെ ഒരു സംശയം കൂടെ പറയട്ടെ. അദ്ദേഹം ഇതിനു മുമ്പ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് പുള്ളിക്കാരന് പിന്നെ KSK2-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, CA2-ന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു 12 കൊല്ലം. 7 പ്രാവശ്യം മത്സരിച്ചു, 4 പ്രാവശ്യം ജയിച്ചു, 2 പ്രാവശ്യം മന്ത്രിയായി, പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തു. എന്താ പിന്നെ എല്ലാം പരമാവധി കൊടുത്തു വീട്ടിലൂടെ? എന്താ ചേട്ടാ ഒരു മൊത്തത്തിലൊരു സമീപനം നമ്മുടെ G. സുധാകരൻ പോയത് അമ്പലപ്പുഴയിൽ ഒരു തിരിച്ചടിയാവൂ? അത് ഉണ്ടാകത്തില്ല. ഉണ്ടാവത്തില്ല. ഇതുവരെ ജനങ്ങളുടെ ജീവിതത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റവും അവർ താമസിക്കുന്ന സ്ഥലത്തെ സംസ്ഥാനത്തെ പശ്ചാത്തല സൗകര്യങ്ങളുടെ മാറ്റവും ഒരു ഗവൺമെന്റിന്റെ കീഴിൽ അവരുടെ തീരുമാനം അനുസരിച്ചേ പോയിട്ടുള്ളൂ. അതിലൊരു വ്യക്തിക്ക് ഒരു പ്രാധാന്യവും ഇല്ല. ഇല്ല. G. സുധാകരൻ മാറിയത് മണ്ടത്തരായി പോയി എന്നാണ്. അത് അദ്ദേഹത്തിന്റെ കാര്യം, ഞങ്ങളുടെ കാര്യമല്ല. ബാധിക്കത്തില്ല. ഇല്ല. ഓക്കെ, അതാണ് പൊതുവെ. അപ്പം താങ്ക് യു. അപ്പം ഷാജി ചേട്ടാ, വെരി ഗുഡ് മോർണിംഗ് ഷാജി ചേട്ടാ. അപ്പം ഞാൻ ചായ പറഞ്ഞിരുന്നു. ഇത് നമ്മൾ ഇത്രയും നേരം നമ്മളുമായിട്ട് സംസാരിച്ചവർക്ക് നമ്മളുടെ ഭാഗം ഒരു ചായ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചായ. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചായ. പഞ്ചായത്ത് പ്രസിഡന്റ് ചായ കുടിച്ചാട്ടെ. അപ്പോൾ ഷാജി ചേട്ടന്റെ കടയിൽ നിന്ന് നല്ല കടുപ്പത്തിലുള്ള ചായ കേട്ടോ, സൂപ്പർ ചായ. രാവിലെ ഇതിവിടെ ഇത് ഓരോരുത്തരുടെയും ചായ ചേട്ടനറിയാം. ചായ എടുത്തു വെച്ചാൽ പറഞ്ഞു ഇത് പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ചായ, ഇത് ഇപ്പുറത്തിരിക്കുന്ന ചേട്ടനുള്ള ചായ. ഇതെങ്ങനെ എല്ലാവരുടെയും ചായയുടെ ഒരു രുചി മനസ്സിലാവുന്നത്? എല്ലാ ദിവസവും ഇതുണ്ട്. എന്റെ ചായ ഇഷ്ടമാണ്, എല്ലാവർക്കും ചായ ഇഷ്ടമാണ് അല്ലേ? ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഷാജി ചേട്ടൻ പറഞ്ഞു ഒരു നാട്ടിലുള്ള ഒരാൾ അപ്പുറത്തെ ചേട്ടൻ മധുരം കുറച്ച് കടുപ്പം ഇത്തിരി കൂട്ടി മതി, അപ്പുറത്ത് ഇതിന് കടുപ്പം കൂട്ടി മധുരത്തിൽ കൊടുക്കാം, ഇത് വിത്തൗട്ട് കൊടുത്താൽ മതി കേട്ടോ എന്ന് കടക്കാരന് തന്നെ തോന്നുന്ന ഒരു ബന്ധമുണ്ടല്ലോ. അതാണ് ഷാജി ചേട്ടനും നമ്മുടെ ഈ പറവൂരുമായിട്ടുള്ള ബന്ധം. സൂപ്പറാ അല്ലേ?